വാർത്തയിലേക്കാണ്. ഉത്തർപ്രദേശിലെ സംബൽപൂരിൽ നാടിനെ നടുക്കിയ അരുംകൊല. ഷൂ വ്യാപാരിയെ ഭർത്താവിനെ കാമുകനൊപ്പം ചേർന്ന് അതിക്രൂരമായി ഭാര്യ കൊലപ്പെടുത്തി. കൊലപാതകത്തിന് ശേഷം മൃതദേഹങ്ങൾ ചാക്കുകളിലാക്കി വിവിധയിടങ്ങളിൽ ഉപേക്ഷിക്കുകയായിരുന്നു. മൃതദേഹം ഗ്രൈൻഡറിൽ ചതച്ച ശേഷമാണ് ചാക്കുകളിലാക്കി ഉപേക്ഷിച്ചത്. നാടിനെ നടുക്കിയ കൊല, അരുംകൊല. 15 വർഷം കൂടെ ഉണ്ടായിരുന്ന 2 മക്കളുടെ അച്ഛനായ ഭർത്താവിനെയാണ് കാമുകനൊപ്പം ചേർന്ന് ചതച്ചരച്ച് കൊന്നത്. ഒരാഴ്ചയ്ക്ക് മുൻപാണ് നാട്ടുകാരൻ ചാക്കിൽ കെട്ടിയ നിലയിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെടുത്തത്. കൈയുടെയും കാലിന്റെയും ഭാഗങ്ങൾ. കയ്യിൽ രാഹുൽ എന്ന പേരിൽ ടാറ്റു കണ്ടെത്തിയതിനെ തുടർന്ന് അന്വേഷണം. ഭാര്യയും പ്രതിയുമായ റൂബി 1 മാസം മുൻപ് ഭർത്താവിനെ കാണാനില്ലെന്ന് പരാതി നൽകിയിരുന്നു. ഇതാണ് സംഭവം പുറം ലോകമറിയാൻ കാരണം. കാമുകനായ ഗൗരവനൊപ്പം ചേർന്ന് കൊന്ന് കഷ്ണങ്ങളാക്കി ഗ്രൈൻഡറിൽ വെച്ച് ചതച്ചരച്ചു ചാക്കുകളിലാക്കി റോഡിൽ നിക്ഷേപിക്കുകയായിരുന്നു. CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇരുവരും പിടിയിലാകുന്നത്. ചന്ദൌസിയിലെ ചുണ്ണി സ്വദേശിയായ ഷൂ വ്യാപാരിയാണ് മരിച്ച രാഹുൽ. രാഹുലും റൂബിയും 15 വർഷമായി വിവാഹിതരായിരുന്നു. 12 വയസ്സുള്ള മകനും 10 വയസ്സുള്ള മകളുമുണ്ട്. മകളുടെ മൊഴി കേസിൽ നിർണായകം. മാതാപിതാക്കൾ തമ്മിൽ നിരന്തരം വഴക്കുണ്ടായിരുന്നുവെന്നും 3 പേർ പലപ്പോഴും വീട്ടിൽ വരാറുണ്ടായിരുന്നുവെന്നും മകൾ പോലീസിൽ മൊഴി നൽകി. രാഹുലിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ കട്ടിലിന്റെ കാൽ, സ്കൂട്ടർ, ബാഗ്, ടോയ്ലറ്റ് ബ്രഷ്, ഇരുമ്പ് ദണ്ട് തുടങ്ങിയവ കണ്ടെടുത്തിട്ടുണ്ട്. ഇത്തരം അരുംകൊലകൾ ഒരു നിത്യസംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഉത്തർപ്രദേശിൽ. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ബോധവൽക്കരണം ജനങ്ങൾക്ക് നൽകുമെന്നാണ് ഉത്തർപ്രദേശ് ആഭ്യന്തര വകുപ്പ് വ്യക്തമാക്കുന്നത്. ഗ്രൈൻഡറിൽ അടക്കം വെച്ചുള്ള ചതച്ചരച്ചുള്ള കൊലകൾ തുടർക്കഥയായി മാറുകയും ചെയ്യുന്നുവെന്നതാണ് യാഥാർത്ഥ്യം. ഡൽഹിയിൽ നിന്നും YS അഭിനന്ദ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.